വിവിധ വാർത്തകളെ സംവാദാത്മകമായി നോക്കുന്ന ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കൊടി. അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. ഭൂമി ഏറ്റെടുത്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജികൾ ഹൈക്കോടതി തള്ളുകയായിരുന്നു. സർക്കാരിന് ഉടൻ നടപടികൾ ആരംഭിക്കാമെന്നും തോട്ടമുടമകൾ അതുമായി സഹകരിക്കണമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നു. ആദ്യം റിപ്പോർട്ടിലേക്ക്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ നെടുമ്പാല എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തോട്ടമുടമകൾ കോടതിയെ സമീപിച്ചത്. ഹർജി തള്ളിയ കോടതി തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് അനുമതി നൽകി. സർവേ ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സർക്കാരിന് നാളെ തന്നെ ആരംഭിക്കാം. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി എസ്റ്റേറ്റ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർക്കാരിന് വേണ്ട സഹായം തോട്ടമുടമകൾ ചെയ്തു കൊടുക്കണം. ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത്. നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകണം. നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ടെങ്കിൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. തോട്ടങ്ങളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരുമായി നിലനിൽക്കുന്ന തർക്കവും കോടതി പരിഗണിച്ചു. ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തിന് തുല്യമായ തുക എസ്റ്റേറ്റുകൾ ബോണ്ടായി നൽകണം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സിവിൽ കോടതിയുടെ തീർപ്പിന് വിധേയമായി മാത്രമായിരിക്കും ബോണ്ടിൽ അവകാശമുണ്ടാവുക എന്നും കോടതി വ്യക്തമാക്കി. നെടുമ്പാല എസ്റ്റേറ്റിലെ 65.41 ഹെക്ടർ ഭൂമിയും കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ 78.73 ഹെക്ടർ ഭൂമിയുമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ഏറ്റെടുത്ത് ഒക്ടോബർ 4 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർക്കാർ നടപടി ചോദ്യം ചെയ്ത് തോട്ടമുടമകൾ കോടതിയെ സമീപിച്ചതോടെ തുടർ നടപടികൾ നിലച്ചിരുന്നു. സർക്കാർ വാദങ്ങൾ കോടതി അംഗീകരിച്ചതോടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിലാകും. കൈരളി ന്യൂസ്, കൊച്ചി. ഈ വാർത്തയുടെ കൂടുതൽ വിശദീകരണങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, കോടതിയിൽ നിന്ന് ലഭിക്കുന്ന നിർണായകമായൊരു വിധിയാണിത്. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാരിന് തുടങ്ങാം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേണമെങ്കിൽ നാളെ തന്നെ തുടങ്ങാമെന്ന് പറയുന്നു. എസ്റ്റേറ്റ് ഉടമകൾക്ക് തിരിച്ചടി, സർക്കാരിന് വലിയ നേട്ടം. അത് കോടതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഉടൻ തന്നെ നടപടികളിലേക്ക് കടക്കാം. സർവേ നടപടികൾ നാളെ തന്നെ ആരംഭിക്കാം. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനുള്ള സൗകര്യം സർക്കാരിന് എസ്റ്റേറ്റ് ഉടമകൾ ചെയ്തു നൽകണം. അപ്പോൾ എസ്റ്റേറ്റ് ഉടമകൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം കോടതി തള്ളി. ഒപ്പം സർക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇങ്ങനെയാണ്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ടൗൺഷിപ്പ് നിർമ്മിക്കാൻ സർക്കാർ വയനാട്ടിൽ ഈ പ്രദേശത്ത് ഭൂമി ഏറ്റെടുക്കുന്നു. അത് എസ്റ്റേറ്റ് ഭൂമിയായിരുന്നു. ആ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ അവർ ആവശ്യപ്പെട്ട കാര്യം ഈ എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ടുള്ള ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഒക്ടോബർ 4 സർക്കാർ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതാണ്. ഹാരിസൺ മലയാളത്തിൻ്റെ നെടുമ്പാല എസ്റ്റേറ്റിൽ 65.41 ഹെക്ടറും എൽസ്റ്റോൺ എസ്റ്റേറ്റിൻ്റെ 78.73 ഹെക്ടറും, അങ്ങനെ 150ഓളം ഹെക്ടർ ഭൂമിയാണ് ഈ രണ്ട് തോട്ടമുടമകളുടേതുമായി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചതും ജിയോ പുറത്തിറക്കിയത്. ആ ജിയോ റദ്ദാക്കണം, തങ്ങളുടെ ഭൂമി തങ്ങളുടേതാണ് എന്നുള്ളതാണ് എസ്റ്റേറ്റ് ഉടമകളുടെ അവകാശവാദം. അതിനെതിരെ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു. സർക്കാർ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അടിയന്തര സാഹചര്യമാണ്. അത് പരിഗണിച്ച് സർക്കാർ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചാണ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കാൻ അനുമതി നൽകണം. ഇനി ഇവർക്ക് നഷ്ടപരിഹാരം ആവശ്യമെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണ്. 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നാണ് ഇവരുടെ ഒരു അവകാശവാദം. അത് നൽകാൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ ഈ ബോണ്ട് കെട്ടിവെക്കണമെന്ന് പറയുന്നത് ഈ ഉടമസ്ഥ അവകാശവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നത് കൊണ്ടാണോ? തീർച്ചയായിട്ടും ഈ കേസ് ഈ എസ്റ്റേറ്റോട് ഈ തോട്ടങ്ങളെ സംബന്ധിച്ച് സംസ്ഥാനത്തെ മിക്ക തോട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം പാട്ടക്കാലാവധി പൂർത്തിയായി സർക്കാരിലേക്ക് തിരിച്ചു നൽകണമെന്ന് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കവും കോടതികൾ ഈ സിവിൽ സ്യൂട്ടായി നിലനിൽക്കുന്നുണ്ട്. ആ സിവിൽ ഡിസ്പ്യൂട്ടിൽ ഒരു പരിഹാരം കാണാതെ കോടതികൾ ഇങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഇഷ്യൂവിൽ ഡിസ്പ്യൂട്ടുണ്ട്. ആ ഡിസ്പ്യൂട്ട് സർക്കാരും തോട്ട ഉടമകളും തമ്മിലുള്ള ഡിസ്പ്യൂട്ടാണ്. അത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള ഡിസ്പ്യൂട്ടാണ്. അപ്പം ഈ ഉടമസ്ഥാവകാശത്തിന് ഇപ്പോൾ സിവിൽ ഡിസ്പ്യൂട്ടിൽ സർക്കാരിന് അനുകൂലമായാണ് അന്തിമ ഉത്തരവ് വരുന്നതെങ്കിൽ അപ്പോൾ നഷ്ടപരിഹാരത്തിന് അവർക്ക് അർഹതയില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിലും സർക്കാർ പറഞ്ഞത് ആ തുക ഞങ്ങളിപ്പോൾ കോടതിയിൽ കെട്ടിവെക്കാൻ തയ്യാറാണ്. അത് ഡിസ്പ്യൂട്ട് തീരുമ്പോൾ ആ ഡിസ്പ്യൂട്ട് അനുസൃതമായി തീരുമാനിക്കാം. പക്ഷേ ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്ന തുക, അതായത് 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് എന്ന് പറയുന്നത് പൊന്നും വിലയല്ല, ഭൂമിയുടെ വിപണി വിലയാണ്.
ആ വിപണി വിലയുടെ പല മടങ്ങ് തന്നെ ചിലയിടങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഭൂമി വിലയുമായി ബന്ധപ്പെട്ട് വിപണി വിലയുമായി ബന്ധപ്പെട്ട് അവരാവശ്യപ്പെടുന്ന ആ വിപണി വിലയ്ക്ക് അനുസൃതമായ തുക കെട്ടിവെക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. കാരണം നമുക്കൊക്കെ അറിയുന്നത് പോലെ അവിടുത്തെ സാഹചര്യം എത്രയും പെട്ടെന്ന് പുനരധിവാസം പൂർത്തിയാക്കേണ്ടതുണ്ട്, ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അത് കോടതി മുഖവിലക്കെടുത്തു. കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകുക. ആ നഷ്ടപരിഹാരം കുറവാണെന്ന് തോന്നിയാൽ അവർക്ക് വേണമെങ്കിൽ നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിന് തടസ്സമില്ല. ഇനി ഇപ്പോൾ ഈ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സിവിൽ ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം കോടതി പറഞ്ഞു, ആ തത്തുല്യ തുകയ്ക്കുള്ള ബോണ്ട് ഈ എസ്റ്റേറ്റുകൾ കെട്ടിവെക്കണം. ആ തുകയ്ക്ക് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അന്തിമ തീർപ്പിന് വിധേയമായി മാത്രമേ ഈ നഷ്ടപരിഹാരം അവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട 2-3 ആവശ്യങ്ങൾ, കോടതിക്ക് മുമ്പിൽ സർക്കാർ പറഞ്ഞ 2-3 ആവശ്യങ്ങളാണ്. ഒന്ന്, ഈ ഭൂമി എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് കൈവശം കിട്ടണം, എങ്കിലേ അവിടെ ടൗൺഷിപ്പ് നിർമ്മാണവും ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന അടക്കമുള്ള അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയൂ എന്നുള്ളതാണ് സാഹചര്യം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഭൂമി എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടണം. അതിനൊരൊറ്റ കാര്യമുണ്ട്, സർക്കാർ ഇവർ ആവശ്യപ്പെടുന്ന തുക, അതായത് 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം വിപണി വിലയ്ക്ക് തുല്യമായ തുക നൽകാൻ തങ്ങൾ തയ്യാറാണ്. അത് കോടതിയിൽ ആവശ്യമെങ്കിൽ കോടതിയെ കെട്ടിവെക്കാം. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് കോടതി സർക്കാരിന് അനുകൂലമായ ഒരു ഉത്തരവ്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും ഇത് നൽകുന്ന ഒരു മുൻകൂട്ടി നൽകുന്ന ചില പശ്ചാത്തലങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാർ നയാ പൈസ പോലും കേരളത്തെ ദുരന്തബാധിതരെ സഹായിക്കാനായി കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാത്തൊരു സാഹചര്യം. ഇത്രയധികം വിപണി വിലയിലുള്ള ഭൂമി ഏറ്റെടുക്കലിനുള്ള പണമാണ് സർക്കാർ മുടക്കുന്നത്, ഇതടക്കം ടൗൺഷിപ്പിന്. അതൊരു കാര്യം, ആ പ്രതിസന്ധിയുടേതായ പ്രശ്നം ഒന്ന്. 2, കോടതി ഈ എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജികൾ തള്ളിക്കൊണ്ട് ടൗൺഷിപ്പിനുള്ള അംഗീകാരം നൽകുന്നത് നിയമപരമായി സർക്കാരിൻ്റെ ആവശ്യങ്ങൾ ബന്ധിതമായതുകൊണ്ട് കൂടിയാണ്. അത് അനിവാര്യത കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് കൂടിയാണ്. അത് ഒരു തരത്തിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ പല ന്യായങ്ങൾക്കുമുള്ള നിയമപരമായ തിരിച്ചടിയുടെ പ്രതീക്ഷകൾ ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് നിരീക്ഷിക്കാം ഈ ഘട്ടത്തിൽ. സാലിം മുഹമ്മദ്, അതായത് അജിം ഷാ, ഇതിനകത്തൊരു പ്രശ്നം, ഈ പുനരധിവാസം വൈകുന്നു എന്ന് നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കേരളത്തിൽ പ്രതിപക്ഷം, കേന്ദ്ര ഭരണകക്ഷിയായ കേരളത്തിലെ പ്രതിപക്ഷം കൂടി, ഒപ്പം ചില മാധ്യമങ്ങളും. അപ്പോൾ അതിൽ സർക്കാർ പറഞ്ഞൊരു കാര്യം, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര സർക്കാർ പണം തന്നാലും തന്നില്ലെങ്കിലും അടിയന്തര പ്രാധാന്യത്തോടെ പുനരധിവാസം സാധ്യമാക്കുക തന്നെ ചെയ്യും എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും അഴിയാത്ത ചില കുരുക്കുകളുണ്ട്. അതുകൊണ്ട് അതിലൊന്നാണ് നിയമക്കുരുക്ക്. ആ നിയമക്കുരുക്കിൽ ഈ ഭൂമി പെട്ടുപോയി എന്നുള്ളതാണ് പ്രശ്നം. ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു, ഉടനെ ഉടമകൾ കോടതിയെ സമീപിക്കുന്നു, കോടതി അതിന്മേൽ വാദം കേൾക്കുന്നു. ആ പ്രക്രിയ, ആ പ്രോസസ്സിലൂടെ കടന്നുപോയി മാത്രമേ പറ്റൂ. പക്ഷേ കോടതിന് അനുകൂലമായി നമുക്ക് ഒരു തീരുമാനമെടുത്തത്, ഇപ്പോൾ കോടതി വെക്കേഷനാണ്, ഹൈക്കോടതി വെക്കേഷൻ സമയമാണ്. 1-2 ബെഞ്ചുകൾ അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾ മാത്രം പരിഗണിച്ച് ജാമ്യം കൊടുക്കുക, അത്തരം ചില കാര്യങ്ങൾ മാത്രം പരിഗണിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഈ 10 ദിവസം. തീർച്ചയായും സാലിം മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ ഞാൻ സാലിം മുഹമ്മദിലേക്ക് ഒന്ന് പെട്ടെന്ന് തിരിച്ചെത്താം. മന്ത്രി കെ രാജൻ സാലിം മുഹമ്മദ് നിരീക്ഷിച്ച കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകി എന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കോടതി ഇക്കാര്യം വ്യക്തമായി തിരിച്ചറിഞ്ഞു, ഒരു താമസവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകൾ കേട്ടതിന് ശേഷം ഞാൻ സാലിം മുഹമ്മദിലേക്ക് എത്താം. പെട്ടെന്ന് ദുരന്ത നിവാരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചൂരൽമലയിലെ ജനങ്ങളുടെ മനസ്സറിയുന്നൊരു കോടതി വിധിയാണ്. സർക്കാർ ഇക്കാര്യത്തിലെടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കോടതി വിധിയാണ്. സർക്കാർ എടുത്ത നിലപാടുകൾ, അതായത് ഒക്ടോബർ 4 തന്നെ പൊസിഷൻ എടുക്കാനുള്ള നടപടികളിൽ ഒട്ടും നേരം വൈകിയിട്ടില്ല എന്ന് കോടതി നടപടികൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്പോൺസർമാരുമായി പിന്നെ പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. അവരോട് ഇതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ വിശദീകരിക്കും. ഈ പ്രക്രിയയിൽ പൂർണ്ണമായി അവരുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്തും. ഒരു പ്രതിസന്ധിയുമില്ലാതെ അത് പോകാൻ വേണ്ടി കഴിയും. അവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വേഗതയിലാക്കാൻ വേണ്ടി കഴിയും. തീർച്ചയായും സാലിം മുഹമ്മദ്, താങ്കൾ നിരീക്ഷിച്ചതുപോലെ തന്നെയാണ്. കാരണം ഇത് നൽകുന്ന ചില പ്രതീക്ഷകളുണ്ട്. സർക്കാരിനോടുള്ള മറ്റ് പ്രവർത്തികൾക്ക് കൂടിയുള്ള അംഗീകാരം ഇതിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്.
അതാണ് ഞാൻ കേന്ദ്ര സർക്കാരിനെതിരെ കൂടി അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരെ കൂടിയുള്ള ഒരു തിരിച്ചടി ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്, ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും. അതായത് കോടതിയെ കൺവിൻസ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്തരം നിയമക്കുരുക്കിലായ ഭൂമിയെ സംബന്ധിച്ച് സ്വാഭാവികമായും മാസങ്ങളും വർഷങ്ങളും നീളുമായിരുന്നു തർക്കങ്ങൾ. പക്ഷേ സർക്കാർ അക്കാര്യത്തിൽ കോടതിയിൽ ഒരു തരത്തിൽ സമ്മർദ്ദം ചെലുത്തി തന്നെ വെക്കേഷൻ കാലത്ത് പോലും വാദം കേൾക്കാനും വിധി പറയാനും കോടതി തയ്യാറായി എന്നുള്ളതാണ്. ഇതിൻ്റെ വാദം നടന്ന ദിവസങ്ങളിലെല്ലാം അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് കോടതിയിൽ ഹാജരായി അതിൻ്റെ നിയമവശം കോടതിയെ ബോധ്യപ്പെടുത്താൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നതിനൊപ്പം തന്നെ ഈ ഇഷ്യൂവിൻ്റെ ഒരു പ്രാധാന്യം കോടതിക്ക് മുമ്പിൽ എത്തിക്കാൻ, കോടതിയെ കൺവിൻസ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പൊളിറ്റിക്കലി എടുത്തൊരു തീരുമാനം കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇതിന് അനുകൂലമായ ഒരു ഉത്തരവ് സമ്പാദിച്ച് ഇത്രയും വേഗതയിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളത് രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ ദുരന്ത ബാധിതരെ എത്രയും പെട്ടെന്ന് പുനരധിവസിപ്പിക്കണമെന്നുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തി ഒരു വശത്ത്, മറുവശത്ത് അതിനെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കാൻ കാത്തു നിൽക്കുന്ന ചില കൂട്ടരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം മറുവശത്ത്. അങ്ങനെ രണ്ടും ചേർന്നപ്പോൾ സർക്കാർ കൃത്യമായി കോടതിയിൽ വാദിച്ചു, കോടതിയെ ബോധ്യപ്പെടുത്തി. വളരെ വിശദമായി തന്നെ എസ്റ്റേറ്റ് ഉടമകളുടെ അഭിഭാഷകർ ഇതിൽ വാദിച്ചിരുന്നു, അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. രണ്ട് എസ്റ്റേറ്റ് ഉടമകളുടെ വാദവും രണ്ട് തരത്തിലായിരുന്നു, രണ്ട് ഹർജികളിലും. ആ രണ്ടിലും സമാനമായ ഒരു ഒറ്റ സ്വഭാവത്തിലുള്ള വിധി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഉന്നയിച്ച വ്യത്യസ്തമായ ആവശ്യങ്ങളൊന്നും അല്ല കോടതി പരിഗണിച്ചത്. കോടതി പരിഗണിച്ചതും മുൻഗണന നൽകിയതും സർക്കാർ മുന്നോട്ട് വെച്ച നിയമപ്രശ്നങ്ങൾ. കാരണം ഇതിൽ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണ് എന്നുള്ള സർക്കാരിൻ്റെ വാദം. മറ്റൊന്ന്, എത്രയും പെട്ടെന്ന് പുനരധിവാസം സാധ്യമാക്കണം എന്ന സർക്കാരിൻ്റെ നിലപാട്. ആ രണ്ടും ചേർന്നപ്പോൾ കോടതി അതിനൊപ്പം നിന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് വെക്കേഷൻ ജഡ്ജ് മാത്രം നടത്തിയ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു സിറ്റിംഗ് ആയിരുന്നു. അതിൽ സാധാരണ നിലയിൽ ജഡ്ജ്മെൻറ്റിലേക്കൊന്നും പോകാറില്ല. പക്ഷേ ഇന്ന് അസാധാരണമായ രീതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ് തന്നെ പോസ്റ്റ് ചെയ്ത് കോടതി പറഞ്ഞു എന്നുള്ളതാണ്. സർക്കാർ എത്രമാത്രം അക്കാര്യത്തിൽ നിയമ പോരാട്ടം ശക്തമായി സർക്കാർ കൊണ്ടുപോയി എന്നുള്ളൊരു തെളിവ് കൂടിയാണത്. തീർച്ചയായും സമഗ്രം വ്യക്തം വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് തോട്ടമേറ്റെടുക്കുന്നതിനെതിരായ ഉടമകളുടെ ഹർജി ഹൈക്കോടതി തള്ളിയ വിധി ആശ്വാസകരമാണെന്ന് മന്ത്രി OR കേളുവും പ്രതികരിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് സർക്കാരിനോട് സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. OR കേളുവിൻ്റെ വാക്കുകളിലേക്ക്. അതെ, നമുക്കൊരു ഈ ഒരു ഹൈക്കോടതിയുടെ വിധി ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ്. അനുകൂലമാവുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന് പെട്ടെന്ന് തന്നെ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. മാനേജ്മെന്റ് മേൽക്കോടതിയിൽ ഇത് സംബന്ധിച്ച് പോകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പൂർണ്ണമായിട്ടും മാനേജ്മെന്റ് ഗവൺമെന്റിനോട് സഹകരിക്കണം. കാരണം ഒരു ജീവൽ പ്രശ്നമാണ്. അപ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴുള്ള തീരുമാനം ഏതായാലും ഗവൺമെന്റിന് ആശ്വാസകരമായിട്ട് തന്നെയാണ് കാണുന്നത്. നിയമപരമായ വിജയം ലഭിച്ചുവെങ്കിൽ പോലും സമവായത്തിൻ്റെ പാതയിലാണെങ്കിൽ ആയി തന്നെ ഈ എത്രയും പെട്ടെന്ന് പുനരധിവാസം സാധ്യമാക്കണം, ആ ദുരന്തബാധിതരെ സഹായിക്കണമെന്ന സർക്കാരിൻ്റെ ആ ഇച്ഛാശക്തിയും വിശാലമായ ഹൃദയവും ആ ഉത്സുകതയുമാണ് OR കേളുവിൻ്റെ വാക്കുകളിൽ, മിനിസ്റ്റർ OR കേളുവിൻ്റെ വാക്കുകളിലും പ്രതിഫലിച്ചത്. ഈവനിംഗ് ഡിബേറ്റ് തുടരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചെന്ന് പരസ്യമായി സമ്മതിച്ച് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. 2019 മുതൽ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നതായും K മുരളീധരൻ്റെ വെളിപ്പെടുത്തൽ. ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിൽ ബന്ധമുണ്ടെന്ന് തുറന്നു സമ്മതിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് K മുരളീധരൻ. 2016 വട്ടിയൂർക്കാവിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ BJPയെ പരാജയപ്പെടുത്താൻ തനിക്ക് ജമാഅത്തെ പിന്തുണ നൽകി. പിന്നീടങ്ങോട്ട് കോൺഗ്രസിനായിരുന്നു പിന്തുണ. ദേശീയ തലത്തിൽ എടുത്ത തീരുമാനമായിരുന്നു അതെന്നും മുരളീധരൻ പറഞ്ഞു. 2019 വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത തീരുമാനം 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിരുന്നു. 2019 മുതൽ അവർ കേന്ദ്രത്തിൽ കോൺഗ്രസ് നയത്തിന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. രാജ്യത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ പോലൊരു സംഘടനയുമായി ബന്ധമില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുമ്പോഴാണ് K മുരളീധരന്റെ തുറന്നുപറച്ചിൽ. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ
ഇതിന് വ്യക്തമായ മറുപടി പറയേണ്ടി വരും. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി മേഘമാധവൻ തന്നെ ചേരുകയാണ്. മേഘ, അതായത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന തീവ്ര വിഭാഗങ്ങളുമായി കോൺഗ്രസിനെ പോലെ ഒരു മതേതര പാർട്ടി കൈകോർക്കുന്നു എന്നതാണ്. ഇത് പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം LDF LDF ആരോപിച്ചതാണ്. പക്ഷേ ആരും അംഗീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവർ പരസ്യമായി അത് വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ പരസ്യമായി ഇവരെ പറയാനും തയ്യാറായിരുന്നില്ല. ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ്, ഇത്തരത്തിലൊരു മൂർത്തമായ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കെ മുരളീധരൻ്റെ വെളിപ്പെടുത്തൽ വരുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ മൗദൂദി പ്രസ്ഥാനവുമായി കൈകോർക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്. വലിയ അപകടം. അജിംഷാദ്, ഒരു തവണ പോലും കോൺഗ്രസ് ഇത്തരത്തിലൊരു തുറന്നു പറയലിന് തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. കാരണം പലപ്പോഴും ജമാഅത്തുമായി കോൺഗ്രസിന് കൂട്ടുകെട്ടുണ്ട് എന്ന തരത്തിൽ അത് പരസ്യമായി തന്നെ മുൻപോട്ട് വന്നപ്പോൾ പോലും അതിന് അനുകൂലമായ ഒരു പ്രതികരണം കോൺഗ്രസുകാരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായാണ് മുരളീധരൻ ഇന്ന് പ്രതികരിച്ചത്. അതായത് 2019 മുതൽ ഇതുമായി ബന്ധപ്പെട്ട് 19 മുതൽ അങ്ങോട്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് എന്ന് മുരളീധരൻ പറയുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ തന്നെ പിന്തുണച്ചു എന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കുമ്മനം രാജശേഖരനാണ് BJP സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയത്. പക്ഷെ പിന്നീട് തനിക്ക് നൽകിയില്ല. പക്ഷേ കോൺഗ്രസിന് കൃത്യമായ പിന്തുണ ജമാഅത്തെ ഇസ്ലാമി നൽകി എന്നുകൂടി മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. ദേശീയ തലത്തിൽ ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് മുരളീധരൻ ഇന്ന് പറയുന്നത്. കൃത്യമായി തന്നെ പല സമയങ്ങളിൽ കോൺഗ്രസ് രഹസ്യമായ ധാരണയുണ്ടെങ്കിൽ പോലും അത് പരസ്യമായി നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഇന്നത് സമ്മതിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. വരും ദിവസങ്ങളിൽ, വരും സമയങ്ങളിൽ കോൺഗ്രസിന്റെ കെ സുധാകരൻ, VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു തമാശ മേഘമാധവൻ, ഇതിനകത്ത് ഏറ്റവും വലിയൊരു തമാശ ഒന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൗദൂദി പ്രസ്ഥാനം ഈ തീവ്ര വിഭാഗങ്ങൾ നിലനിൽക്കുന്ന ചില, അല്ലെങ്കിൽ തീവ്ര വിഭാഗക്കാരായ ചില സംഘടനകൾക്ക് ഊർജം പകരുന്ന കുത്തുബാത്ത് പോലെയുള്ള അല്ലെങ്കിൽ മൗദൂദി ആശയങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം സമുദായത്തിൽ 1% പോലും പിന്തുണ ഈ ജമാഅത്തെ ഇസ്ലാമിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അവർ ഉന്നയിക്കുന്ന മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്ത് എന്നുള്ളത് ഒരു പക്ഷേ കൂടുതൽ പ്രസക്തമാവുകയാണ്. നേരത്തെ MT തൊട്ടു മുമ്പ് മരിച്ചുപോയ മഹാനായ സാഹിത്യകാരൻ പറഞ്ഞതുപോലെ ഇവിടെ 3 ആനകളുണ്ട്, അതുകൊണ്ട് നമുക്കവിടെ അവിടുന്ന് 3 ആനകൾ വരുന്നു, അതുകൊണ്ട് ഇവിടെ നമുക്ക് 4 ആനകൾ വേണം എന്ന് പറയുന്നത് പോലെയാണ് വർഗീയത കോപ്പുകൂട്ടുന്നത്. എത്ര കണ്ട് ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നു നോക്കൂ കോൺഗ്രസിൻ്റെ വിഷയത്തിൽ. കാരണം BJPയെ എതിർക്കാൻ ജമാഅത്തെ ഇസ്ലാമി, അതായത് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കാൻ ന്യൂനപക്ഷ വർഗീയത, അല്ലെങ്കിൽ ഭൂരിപക്ഷ ഫാസിസത്തെ എതിർക്കാൻ ന്യൂനപക്ഷ ഫാസിസം, ഇത് ഒരു മതേതര പ്രസ്ഥാനത്തിന് ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും കാതലായ വിഷയമായി കേരളത്തിൽ ഉയരേണ്ടത്, ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് പാലക്കാട് ഏറ്റവും പുതിയതായി പ്രതിഫലിച്ചതാണ് മേഘ. അജിംഷാദ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നാടിനെ ഭിന്നിപ്പിക്കുന്ന ഒരു കൂട്ടർ അവരുടെ പിന്തുണ എന്തിനാണ് കോൺഗ്രസ് വാങ്ങിയത് എന്നത് തന്നെയാണ്. പലപ്പോഴായി പല തരത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസിന് കൂട്ടുകെട്ടുണ്ടോ എന്ന് പറയുമ്പോഴും അതിനെ പരസ്യമായി തന്നെ നേതാക്കൾ എതിർക്കുന്ന കാഴ്ചയാണ് പല സമയങ്ങളിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഇത്തവണ അത് നേരെ മറിയുന്നു. കൃത്യമായി കോൺഗ്രസിന്റെ നേതാക്കളുടെ അറിവോട് കൂടി തന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു ധാരണ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. കൃത്യമായി വർഷം ഉൾപ്പെടെ മുൻപോട്ട് വെച്ചുകൊണ്ടാണ്, അതായത് 2016 വട്ടിയൂർക്കാവിൽ തനിക്ക് പിന്തുണ നൽകി, 2019 മുതൽ അങ്ങോട്ട്, അതായത് 2019 മുതൽ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, അങ്ങോട്ട് കോൺഗ്രസിന് പിന്തുണയുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടേതെന്നാണ് ഇപ്പോൾ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് കൃത്യമായ ധാരണ ഇരുപക്ഷവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നാടിനെ എല്ലാ തീർച്ചയായും മേഘ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ഇടത് നിരീക്ഷകൻ കൂടിയായ റജി ലൂക്കോസ് കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. റജി ലൂക്കോസ്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കോൺഗ്രസ് ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിരുന്നു. നമുക്കറിയാം SDP അടക്കമുള്ളവരുമായി ലീഗും അല്ലെങ്കിൽ UDFും ഒക്കെ ചർച്ചകൾ നടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തെത്തിയതാണ്, പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ
കെ കരുണാകരൻ്റെ മകനിൽ നിന്ന്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിൽ നിന്ന്, മുൻ KPCC പ്രസിഡന്റിൽ നിന്ന്, കെ മുരളീധരനിൽ നിന്ന് വരികയാണ്. 2019 മുതൽ ദേശീയ തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഈ കോൺഗ്രസ് വോട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. 2016 വട്ടിയൂർക്കാവിൽ തന്നെ സഹായിച്ചു BJPയെ തോൽപ്പിക്കാൻ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെയാണ് വിളിച്ചു വരുത്തുന്നത്? അജിംഷാദ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ലീഗിന്റെ കപട മതേതരത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നു. അന്ന് ഈ കോൺഗ്രസ്സുകാരും ലീഗുകാരും പരസ്യമായിട്ട് SDPI, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ആയിട്ട് പാലക്കാട് മൂന്ന് സ്ഥലത്ത് 3 ഉപതെരഞ്ഞെടുപ്പ് സ്ഥലത്തിൽ ഒരു ബാന്ധവം ഉണ്ടാക്കി വരും പരസ്യമായ രഹസ്യമാണ്. അന്ന് ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവരത് നിഷേധിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അടിവരയിട്ട് ഇപ്പം യാഥാർത്ഥ്യമായിരിക്കുക. കെ മുരളീധരൻ തന്റെ സത്യസന്ധമായ നിലപാടെന്ന് പുറത്തെടുത്തിരിക്കുന്നു. എന്താണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഈ ലീഗിന്റെയും മതേതര മുഖംമൂടി ദേശീയ തലത്തിൽ തന്നെ അഴിഞ്ഞു വീണിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ ഒരു വാർത്ത ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം തീവ്ര മതവാദികളും മതരാഷ്ട്രീയവാദികളുമായിട്ടുള്ള ഒരു തരത്തിലും ബാന്ധവം പാടില്ലാത്ത ഇത്തരം വർഗീയ പാർട്ടികളുമായിട്ട് കോൺഗ്രസ്. അതാണ് ഇപ്പോ റജി ലൂക്കോസ് ദയവായി തുടരൂ. നമ്മോടൊപ്പം ശ്രീ N. ശ്രീകുമാർ കൂടിയുണ്ട്, കോൺഗ്രസ് സഹയാത്രികനായ മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ N. ശ്രീകുമാർ, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് ആരോപണങ്ങളായി പല വിധത്തിൽ ഇങ്ങനെ തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ നിന്നതാണ്. പക്ഷേ കെ മുരളീധരനെ പോലെ മുൻ KPCC പ്രസിഡന്റ് പരസ്യമായി പറയുകയാണ് 2019 മുതൽ കോൺഗ്രസുമായി ദേശീയ തലത്തിൽ തന്നെ ഞങ്ങൾ വോട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, 2016 തന്നെ വട്ടിയൂർക്കാവിൽ സഹായിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന്. ഈ വെളിപ്പെടുത്തൽ നൽകുന്ന സന്ദേശം എന്ത്? അജിംഷാദെ, കെ മുരളീധരൻ എന്താ പറഞ്ഞത്? കെ മുരളീധരൻ എന്താ പറഞ്ഞത്? ഒന്നും കൂടി വേണമെങ്കിൽ കേൾപ്പിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. അല്ല, ഞാൻ പറയാം. 2016 അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2019 ദേശീയ അടിസ്ഥാനത്തില് BJP വരാതിരിക്കാനായിട്ട് അവര് കോൺഗ്രസിനെ പിന്തുണച്ചു. സ്വാഭാവികമായിട്ടും ആ പിന്തുണ UDF-നും കിട്ടിക്കാണും. ഇത്രേ പറഞ്ഞുള്ളൂ. ഒരു ധാരണയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. അത് തന്നെയാണ് വോട്ട് ധാരണ എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയണം എന്ന് പറയുമ്പോൾ വർഗീയവാദികളുടെ ആരുടെയും വോട്ട് വേണ്ട എന്നായിരുന്നു പാലക്കാട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികളല്ലേ? എന്താണ് നിലപാട്? മതരാഷ്ട്രവാദമാണ് അവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല ശ്രീ N. ശ്രീകുമാർ, ഇതൊരു നഷ്ടക്കച്ചവടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം മുസ്ലിം സമുദായത്തിൽ ഈ മൗദൂദി ആശയങ്ങളെ അംഗീകരിക്കുന്നവർ തുലവും കുറവാണ്. 1% പോലും ഇല്ല മുസ്ലിം സമുദായത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നവർ. എന്ന് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നവരാണ് പ്രബലരായ സമസ്തയുടെ 2 വിഭാഗം, അത് EK, AP വിഭാഗങ്ങളൊക്കെയും. അതായത് പരമ്പരാഗത സുന്നികൾ കൂടുതലും ഭൂരിപക്ഷമുള്ള മുസ്ലിം സമുദായത്തിൽ ജമാഅത്തെ വിരുദ്ധരാണ് കൂടുതലും ഉള്ളത്. ആ അർത്ഥത്തിലും അത് കോൺഗ്രസിന് നഷ്ടക്കച്ചവടമാണ്. ലീഗിൻ്റെ പോലും വോട്ട് സ്രോതസ് സമസ്തയാണ് എന്ന് പറയാറുണ്ട് ശ്രീകുമാർ. അതായത് അജിംഷാദിന് പറയാൻ വേണ്ടിട്ട് എന്നെ ഈ ഫോണിൽ വിളിച്ചിരുന്ന കാര്യമില്ലല്ലോ. അതായത് അത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ കോൺഗ്രസിന് ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. വ്യക്തിപരമായിട്ട് മുരളീധരന് വോട്ട് കിട്ടി വട്ടിയൂർക്കാവിലെന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് ഇല്ലെന്ന് ആര് പറഞ്ഞു? അത് കോൺഗ്രസിന് ജമാഅത്തെ, ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത്, ഇപ്പോൾ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമി ആയിട്ടോ അതുപോലുള്ള സംഘടനയായിട്ടൊന്നും ഒരു ബന്ധമില്ല. മുസ്ലിം ലീഗാണ് കോൺഗ്രസിന്റെ ഘടകകക്ഷി. പിന്നെ ഓരോരുത്തരും ഇപ്പൊ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പില് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDF-നായിരുന്നു. തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പില് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDF-നായിരുന്നു. അത് അവരവർ കൊടുക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പിന്തുണ ഓരോ സ്ഥാനത്തേക്ക് അവർ ആ സമയത്ത് പറഞ്ഞതാണ്. പക്ഷെ കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് SDPയുടെ പിന്തുണ വേണ്ട. അതിനുശേഷം 6 മാസം അങ്ങനെ കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും ഈ ജമാഅത്തിന്റെയും ഈ SDPയുടെ വോട്ട് വേണ്ടെന്ന് നിങ്ങൾ പറയുമോ? വർഗീയവാദികളുടെ ആരും വോട്ട് വേണ്ട എന്ന് പൊതുവിൽ പറയുന്നതല്ലാതെ സ്പെസിഫൈ ചെയ്ത് ഈ LDF-ന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരുന്നില്ല. സാർ കള്ളം പറയരുത്, തെറ്റിദ്ധരിപ്പിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് SDPയുടെ നേതാക്കള് എറണാകുളത്ത് പത്രസമ്മേളനം വിളിച്ച് UDF-ന്റെ പിന്തുണ പ്രഖ്യാപിച്ച് അതിനുശേഷം UDF എന്താ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു.
അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പും അത് ബാധകമാണ്. ഓരോ ആഴ്ചയിലും പറഞ്ഞുകൊണ്ടിരിക്കണം. മുരളീധരൻ പറഞ്ഞ വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തെ പിന്തുണച്ചു ശരിയായിരിക്കാം, ആ അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ. അത് കോൺഗ്രസുമായിട്ടുള്ള ധാരണയുടെ പേരിലല്ല, മുരളീധരന് പിന്തുണ കൊടുക്കുകയാണ്. അതിൽ എന്താ സംശയമുള്ളത്? മുരളീധരന് കിട്ടിയെന്ന് മുരളീധരൻ പറഞ്ഞ എന്താ തെറ്റുള്ളത്? അയാൾക്ക് കിട്ടി കാണും, ശരിയായിരിക്കാം, അദ്ദേഹത്തിന് കിട്ടിക്കാണും. അത്ര ഒരു വിഷയമുള്ളൂ. ഗുരുവായൂരിൽ പി ടി കുഞ്ഞോമനോട് ചോദിച്ചു നോക്ക്. പി ടി കുഞ്ഞോമന് അന്ന് ജമാഅത്തെ ഇസ്ലാമി കുഞ്ഞോമനൊക്കെ ലഭിച്ചിരുന്ന വോട്ട് മതേതരത്വത്തിന്റെ ബേസിലുള്ള വോട്ടുകൾ. ആര് പറഞ്ഞു? അവര് പരസ്യമായിട്ട് പിന്തുണച്ചാണല്ലോ. തിരുവമ്പാടിയിലെ ജോർജ് അവര് പിന്തുണച്ചോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ, പക്ഷെ ആ പിന്തുണ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നു, ഇവിടെ കോൺഗ്രസ് ആ പിന്തുണ സ്വീകരിക്കുന്നു. അതാണ് മുരളീധരൻ വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയുന്നത്. അതായത് തർക്കിക്കാനല്ലല്ലോ ഇത് എന്നെ ടെലിഫോണിൽ വിളിച്ചത്. അതായത് ഞാൻ പറഞ്ഞത് കെ മുരളീധരന് വട്ടിയൂർക്കാവിൽ അവര് പിന്തുണച്ചു അദ്ദേഹം പറഞ്ഞു, ശരി. തിരുവമ്പാടിയിലും ഗുരുവായൂരിലും ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ജമാഅത്തിന്റെ പിന്തുണ പി ടി കുഞ്ഞോമനും മറ്റേ ജോർജ് തോമസ് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനുമാണ് കിട്ടിയത്. അവരും പറഞ്ഞിട്ടുണ്ട്, ജമാഅത്ത് പറഞ്ഞു. അത് മാത്രമല്ല CPM പരസ്യ ജമാഅത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും. ചരിത്രമാണ്. അവരുടെ പാർട്ടി ശ്രീ റജി ലൂക്കോസ് ശ്രീകുമാർ സർ ആർക്കും പിന്തുണ പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കാം, ആരുടെ വോട്ട്. പക്ഷേ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന രാഷ്ട്രീയ നിലപാടാണ് അവിടെ പ്രസക്തമാകുന്നത്. ഇവിടെ നോക്കൂ, കെ മുരളീധരൻ്റെ ഈ തുറന്നു പറച്ചിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ അവരുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നതാണോ, അതോ ഒരു വോട്ട് ധാരണയുണ്ട്, അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് ബോധ്യമാക്കുന്നതാണോ താങ്കൾ മുരളീധരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ? അല്ല, ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് പറയാൻ 2 കാര്യങ്ങളുള്ളൂ. അതൊന്ന്, കെ മുരളീധരന്റെ പത്രസമ്മേളനം കണ്ടിട്ടും കണ്ടില്ല എന്ന് അടിക്കുക, അത് വളരെ ദയനീയാവസ്ഥയൊക്കെ അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റില്ല. അദ്ദേഹം എന്താ 2016 ഞാൻ മത്സരിച്ചപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൂടുതൽ സഹായിച്ചതെന്ന അർത്ഥത്തിലാണ് പറഞ്ഞ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മുരളീധരൻ വർഗീയവാദികൾ വോട്ട് നേടിക്കൊണ്ടാണ് 2016 നിയമസഭയിലെത്തിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരൊന്നും അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ളവരും ഇപ്പൊ തന്നെ കെ മുരളീധരൻ പറഞ്ഞില്ലേ, അതായത് ദേശീയ തലത്തിലെടുത്തൊരു തീരുമാനമെന്ന് പറഞ്ഞപ്പോൾ ഈ ശ്രീകുമാർ സാറിനെ പോലെ ഒരു വ്യക്തി എങ്ങനെയാണ് നിഷേധിക്കുന്നത്? ഇനി അതിലുപരിയായിട്ട് 2024 SDPI എന്ന് പറയുന്ന മതതീവ്രവാദ സംഘടന പരസ്യമായിട്ട് മൂവാറ്റുപുഴയായിട്ട് നേതാവ് പത്രസമ്മേളനം നടത്തി ഞങ്ങള് UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു പറഞ്ഞു. അതിന്റെ 1 മണിക്കൂറിനുള്ളിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് K സുധാകരൻ അവരെ വോട്ടിനെ സ്വാഗതം ചെയ്തു. MM ഹസൻ അന്നത്തെ ദിവസം ആര് വോട്ട് തന്നാലും വാങ്ങിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ശ്രീകുമാർ സാറിന് ശ്രദ്ധപ്പെടുത്താം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരസ്യമായിട്ട് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെയോ SDPയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് പരസ്യമായിട്ട് പലതവണ ആവർത്തിച്ചു. എന്നാൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയോട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും അദ്ദേഹത്തിനോട് മൈക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു, SDPയുടെ വോട്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതേ ഒരു അക്ഷരം മിണ്ടാതെ കൊണ്ട് ഒഴിഞ്ഞു മാറുകയത്. അതിനെന്താ അർത്ഥം? എന്താ? SDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും മതവാദികളായ തീവ്ര മതവാദി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടോട് വാങ്ങിച്ചാണ് നിങ്ങൾ സ്ഥാനാർത്ഥി. അതൊരു യാഥാർത്ഥ്യം ശരി. പക്ഷെ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്, അത് അദ്ദേഹത്തിൻ്റെ പരിമിതി കൂടിയാണ് ശ്രീകുമാർ സാർ ചെയ്തത്. പക്ഷേ ഞാൻ ഒരു കാര്യം വസ്തുതാപരമായി റജി ലൂക്കോസിനോട് ചോദിക്കുന്നു. റജി ലൂക്കോസ്, അതായത് ഏറ്റവും ഒടുവിൽ സമസ്തയുടെ മുതിർന്ന നേതാക്കന്മാർ തന്നെ പറഞ്ഞത് ഓർമ്മയില്ലേ, ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുക ആണ് സമുദായത്തിൽ സമസ്ത അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ കടമ എന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം സമുദായത്തിൽ തുലവും പിന്തുണ കുറവാണ്. മാത്രമല്ല പിന്തുണയും പ്രാബല്യവുമുള്ള പരമ്പരാഗത മറ്റ് സമൂഹങ്ങൾക്കൊക്കെ, സുന്നി സമൂഹങ്ങൾക്കൊക്കെ, അതായത് ബഹുഭൂരിപക്ഷം വരുന്നവർ സമുദായ സംഘടനകൾക്കൊക്കെ കടുത്ത ജമാഅത്ത് വിരുദ്ധതയുമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധതയുമുണ്ട്. അതുകൊണ്ട് ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? ലീഗിന് പോലും നഷ്ടം ചെയ്യില്ലേ? തീർച്ചയായിട്ടും. അതല്ല ഞാൻ പറഞ്ഞത്, ലീഗിന്റെയും കോൺഗ്രസിന്റെയും മതേതര മുഖംമൂടി വ്യാജമാണെന്ന് തെളിഞ്ഞു. സമസ്ത പരസ്യമായിട്ട് പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. സമസ്തയുടെ നിലപാടിലെ ആർജവത്വത്തിന് ഒരു ഉദാഹരണമുണ്ട്. അതായത് മെക്സവൺ എന്ന് പറയുന്ന എന്താ പറയാ, ഈ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ആദ്യമായിട്ട് രംഗത്ത് വന്ന ആരാ? സമസ്തയാണ്. അവർ പറഞ്ഞെന്താ, സമസ്തയുടെ ആശയങ്ങള് ഒരിക്കലും നമ്മുടെ നാടിന് യോജിക്കാത്ത രീതിയിലുള്ള മതതീവ്രവാദ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് ഇതെന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? അവർക്ക് സമസ്തയെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അത് പറയാനുള്ള ആർജവം കാണിച്ച പാർട്ടി ഒരു പ്രസ്ഥാനമാണ്, മതപ്രസ്ഥാനമാണ്. ലീഗിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സമസ്ത.
അപ്പോൾ ലീഗിനെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗില് ഈ പറയുന്ന രീതിയിലുള്ള അവരെ എതിർക്കുന്നു എന്ന് ശ്രീ ശ്രീകുമാർ അത് ശരിയാണ്. കാരണം ഈ മെക്സവന്റെ കാര്യത്തിൽ, അതായത് വ്യായാമ കൂട്ടായ്മയുടെ കാര്യത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് സമസ്ത സംഘടനകൾ പരസ്യമായി പറയുന്നു. ജമാഅത്ത് വിരുദ്ധരാണ്. അത് മാത്രമല്ല മുസ്ലിം സമുദായത്തിലും ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ തുലവും കുറവാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അതൊരു നഷ്ടക്കച്ചവടമല്ലേ ജമാഅത്തിന്റെ പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുന്നത്? ലീഗിന് പോലും നഷ്ടം ഉണ്ടാക്കില്ലേ എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, കെ മുരളീധരൻ അദ്ദേഹത്തിന് കിട്ടിയ കാര്യം പറഞ്ഞത്. കോൺഗ്രസ് ഇവരുമായിട്ട് ബന്ധമില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ പിന്തുണ കൊടുക്കാറുണ്ട്. അത് ആ സമയത്ത് പിന്തുണ സ്വീകരിക്കോ വേണ്ടോ എന്നുള്ള തർക്കം വരും. പാർട്ടി നിലപാട് അവിടെ ചർച്ചയാകും. വ്യക്തിപരമായിട്ട് ആർക്കും ഒരു സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ട് എനിക്ക് വോട്ട് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ അത് ആ സ്ഥാനാർത്ഥിയുടെ കാര്യം മാത്രമാണ്. അത് കോൺഗ്രസുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. അത് ആ സ്ഥാനാർത്ഥി പറഞ്ഞ് എനിക്ക് കിട്ടി വോട്ട്. പക്ഷേ 2019 കാര്യമോ? അത് 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP എതിരിടാൻ ശക്തമായ നിലപാടെടുത്തത് CPM അല്ല, കോൺഗ്രസ് ആണ്. അപ്പൊ BJPയും CPM തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് മനസ്സിലാക്കിക്കൊണ്ട് ജമാഅത്തേക്കാർ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം BJP വിരുദ്ധത പിന്നില് അതിലെന്താ സംശയമുണ്ടേ? ഒറ്റ സിമ്പിൾ ചോദ്യം. ഒരു തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു വർഗീയ തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ അതിലും കടുപ്പമുള്ള ഒരു വർഗീയ തീവ്രവാദികളുടെ കൂട്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ലജ്ജാകരല്ലേ സാറേ? പിന്നെ നിങ്ങൾ ഈ പറയുന്ന ആര് കൂട്ടുപിടിച്ചു? അവര് കൂട്ടുപിടിച്ചു ഒരു വ്യക്തി. നിങ്ങളുടെ സമന്വയ നേതാവ് ശ്രീമാർ സാറേ, നിങ്ങളുടെ സമന്വയ നേതാവ് ധാരണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പറഞ്ഞിട്ടുള്ളൂ. പരസ്യമാണല്ലോ. കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. അവർക്ക് എനിക്ക് ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഇന്ന കിട്ടി എന്ന് പറഞ്ഞാൽ അത് ആ സ്ഥാനാർത്ഥിയുടെ അത് ഏത് കാര്യത്തിലാണ്, പാർട്ടി കാര്യമല്ല ഇതില് സംശയമില്ലാത്ത പാർട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മള് ഈ വിഷയം എന്താ കാര്യം സാറേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ മുരളീധരനെ സാർ ഇപ്പൊ പരസ്യമായിട്ട് തള്ളിപ്പറയാം. കെ മുരളീധരൻ പറഞ്ഞ കോൺഗ്രസിന്റെ കെ മുരളീധരൻ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അത് പരസ്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു. കോൺഗ്രസുമായിട്ടുള്ള ഒരു ധാരണയുടെ പേരിലോ അല്ല, കോൺഗ്രസുമായിട്ടൊരു ധാരണയില്ല. അതായത് ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിലും തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുപാട് നിളയിൽ ഒരുപാട് വെള്ളം ഒഴുകി മാറി സാർ. പക്ഷേ ഇത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ധാരണയെ സംബന്ധിച്ച് പറയുമ്പോൾ പൂർവ്വകാലത്തുള്ള ഏതെങ്കിലും ഒരു ഇല്ലാത്ത സംഭവത്തെ എടുത്തിട്ട്, അല്ലെങ്കിൽ പൂർവ്വകാലത്തുള്ള ഒരു സംഭവത്തെ എടുത്തിട്ട് ഇപ്പോഴത്തെ ഒരു തെറ്റിനെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ സമകാലിക ഇന്ത്യയിൽ CPM എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ കേസ് കൊടുക്കുന്ന പേടിപ്പിക്കുന്ന ആളുകളെ രാഷ്ട്രീയമായിട്ട് ജമാഅത്തിന്റെ നിലപാട് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങളല്ലേ, അത് വിളിച്ചു പറയുമ്പോൾ പറയാം കേസ് കൊടുക്കുന്നു. എഴുതിയ പത്രമൊക്കെ വരെ കേസ് കൊടുക്കുന്നു CPM. ചരിത്രം തിരിഞ്ഞു കുത്തുന്നു എന്ന ഭയമുണ്ട് CPM-ന്. ചരിത്രം തിരിഞ്ഞു കുത്തുന്ന ഭയമാണോ നിങ്ങൾക്ക്? ചരിത്രത്തിൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആധുനിക ലോകത്തിലെ വിഷയങ്ങളെ ചോദ്യം എന്നോടാ ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് പറയാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം പറയാം. BJPയെ സഹായിക്കാനായിട്ടുള്ള ഗൂഢലക്ഷ്യം നിങ്ങളുടെ. കാരണം ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പരസ്യം ധാരണ ഉണ്ടായെന്ന് പറഞ്ഞാൽ മതേതരത്തിൽ വിശ്വസിക്കുന്ന കേരള ജനത അല്ലെ ഈ രാജ്യത്തെ ജനത ഒരു കാരണവശാലും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. അതിന്റെ ഗുണം കിട്ടുന്ന ആർക്കാ? BJPക്കാണ്. അപ്പൊ അവരുടെ ആരോപണങ്ങൾ മുഴുവനും നിങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് തുല്യല്ലേ? അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കേരളത്തിൽ നിങ്ങൾക്ക് ഒരു മതേതര ഭാവമുണ്ട്. അതിനോടൊപ്പം നിൽക്കാനായിട്ട് തന്റെ ഒരു പാർട്ടി ഇന്ന് CPM ഉണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ 3-4 വോട്ട് പോലും നോക്കാതെ കണ്ട് മുഖംമൂടി അണിഞ്ഞു വീഴുന്നു പറഞ്ഞത് മതേതരത്തിന്റെ മുസ്ലിം ലീഗിന്റെ. അത് പറഞ്ഞതിന്റെ ദിവസങ്ങൾക്ക് ശേഷം ഈ വസ്തുതകളിലെ കേരളത്തിൽ. അപ്പൊ നിങ്ങൾ ആദ്യം അംഗീകരിക്കേണ്ട കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് നിങ്ങൾ ഏതെല്ലാം രീതിയിൽ വേട്ടയാടി സാറി പറഞ്ഞ 10-40 വർഷങ്ങൾക്ക് മുമ്പ് കഥ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അതിനെ മേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഒരു കാരണവശാലും കേരളം ഇത് അംഗീകരിക്കത്തില്ല. പരസ്യമായിട്ട് എതിർത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായ CPM-നെ നിങ്ങൾ
40-45 വർഷങ്ങളുടെ ചരിത്രം പറഞ്ഞ് ബാലൻസ് ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക. സാറിപ്പോ ഈ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ പറയാം. ഇത് 2026 കഴിയാൻ പോവാണ്. കേവലം 3-14 മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. അതിനു മുമ്പായിട്ട് ദിവസങ്ങൾക്ക് ശേഷം പഞ്ചായത്ത് പ്രാദേശിക ബോഡികളുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. അവിടെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നിങ്ങൾക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. നിങ്ങൾ മുരളീധരൻ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ വാക്കുകളെല്ലാം പറഞ്ഞത് തങ്ങ് തള്ളിപ്പറയാം. അതിനുള്ള ആർജവം സാറ് കാണിക്കേ. തീർച്ചയായും അതിനുള്ള ആർജവം ഉണ്ടോ ശ്രീകുമാർ? അല്ല, എന്താ നിങ്ങൾ ചുമ്മാ വെറുതെ ചോദ്യം ചോദ്യം എടുത്തിട്ട് ആർജവം ഞാൻ ഉത്തരം പറയാ? മുരളീധരൻ തള്ളി പറയാൻ പറ്റുമെന്ന് റജി ലൂക്കോസ് ചോദിച്ചു. ഞാനത് ഫോർവേഡ് ചെയ്തത് കെ മുരളീധരൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിനെ കുറിച്ചാണ്. UDF-ഉം SDPയും ജമാഅത്തും എന്നിട്ട് ഒരു ധാരണയില്ല. എല്ലാവർക്കും അറിയാം. ഓരോ നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പുനഃസംഘടനാ വിഷയത്തിൽ സംസ്ഥാന BJP-യിലെ തമ്മിലടി രൂക്ഷമാകുന്നു. BJP ഭാരവാഹി യോഗത്തിൽ നിന്ന് നേതാക്കൾ ഇറങ്ങിപ്പോയി. കെ സുരേന്ദ്രന് അനുകൂലമായ കേന്ദ്ര നിലപാടിൽ യോഗത്തിൽ വൻ പ്രതിഷേധമാണ് ഉരുത്തിരിയുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി വിജിൻ വായന്തോട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിജിൻ, അതായത് ഈ സുരേന്ദ്രൻ കൃഷ്ണദാസ് പക്ഷങ്ങൾ തമ്മിലുള്ള രൂക്ഷമായ പോര് തുടരുകയാണ്. സുരേന്ദ്രനെതിരായ ഒരു വലിയ ചേരി ഉയരുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം വോട്ടുകൾ ശോഷിക്കാനുള്ള കാരണം സുരേന്ദ്രൻ്റെ പിടിപ്പുകേടാണ്, അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ കീഴിലുള്ള സംഘടനാ ദൗർബല്യങ്ങളാണ്. ഇതൊക്കെ എടുത്തുകാട്ടി വലിയ വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഭിന്നത രൂക്ഷമാകുന്ന ഇറങ്ങിപ്പോക്കിൽ വരെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്ന് ഈ ഭാരവാഹി യോഗത്തിൽ നടന്നത്? വിജിൻ ഈ BJP-യിലെ തമ്മിലടി രൂക്ഷമായി തുടരുന്നൊരു സാഹചര്യം ഈ ഇറങ്ങിപ്പോക്കിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ഈ രമേശ് പക്ഷവും കൃഷ്ണദാസ് പക്ഷവും ഒക്കെ സുരേന്ദ്രനെതിരെ കടുത്ത രീതിയിൽ നിലനിൽക്കുകയാണെന്നതാണ് ഈ ഇറങ്ങിപ്പോക്ക് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, ഓൺലൈനായി ചേർന്ന യോഗത്തിൽ നിന്നാണ് ഇവർ ഇറങ്ങിപ്പോയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. PK കൃഷ്ണദാസ്, ഒപ്പം തന്നെ AN രാധാകൃഷ്ണൻ, MT രമേശ്, G കാശിനാഥൻ എന്നിവരാണ് ഈ ഓൺലൈൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതിൽ പ്രധാനമായും കാരണമായി അവർ വ്യക്തമാക്കുന്നത്, അതായത് കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിൽ തുടരുന്നത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രനെ ഈ പുതിയ പുനഃസംഘടനയിൽ മാറ്റണമെന്ന ആവശ്യമാണ് PK കൃഷ്ണദാസും ഒപ്പം തന്നെ MT രമേശ് വിഭാഗങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുകയും ചെയ്തത്. എന്നാൽ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം, വാനതി ശ്രീനിവാസ് എന്ന കേന്ദ്ര നിരീക്ഷക ഇന്നലത്തെ യോഗത്തിൽ നൽകിയ നിർദ്ദേശമെന്ന് പറയുന്നത്, കെ സുരേന്ദ്രൻ്റെ അതായത് 3 വർഷം എന്ന ടേമിന് പുറമെയുള്ള കാലാവധി അത് 2ാം ടേമായി കണക്ക് കൂട്ടാൻ കഴിയില്ല എന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് കെ സുരേന്ദ്രന് മാത്രമല്ല, ബ്ലോക്ക് അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികൾക്കും ഈ നിർദ്ദേശം ബാധകമായിരിക്കും എന്നാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ ഭാരവാഹി യോഗത്തിൽ നിന്ന് പൂർണ്ണമായും ഇറങ്ങിപ്പോകുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ എത്തി. അതായത് സുരേന്ദ്രൻ്റെ പക്ഷക്കാർക്കും ഒരു തവണ കൂടി നിലനിൽക്കാനുള്ള സാധ്യതകൾ തുറക്കുന്ന ഒരു നയം കേന്ദ്രം സ്വീകരിക്കുന്നു. ഇതിലുള്ള പ്രതിഷേധമാണ് അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ജിംഷാദ്. അതായത് സുരേന്ദ്രൻ്റെ കാലാവധി അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ തുടരുകയാണ്. ഈ പുനഃസംഘടനയോടുകൂടി സ്വാഭാവികമായും കേന്ദ്ര അധ്യക്ഷൻ മാറുന്നതിനൊപ്പം സംസ്ഥാന അധ്യക്ഷനും മാറാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരുന്നത്. അതിനുള്ള ആവശ്യമാണ് ഈ എതിർവിഭാഗം ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ പുതിയ തീരുമാനത്തോടെ ഒരുപക്ഷെ കെ സുരേന്ദ്രന് അടുത്ത ടേം കൂടി തുടരാൻ കഴിയുമോ എന്ന സംശയത്തിലേക്കാണ് നേതാക്കളെ എത്തിച്ചിട്ടുള്ളത്. ഇതിലാണ് കടുത്ത പ്രതിഷേധം ഈ PK കൃഷ്ണദാസ് വിഭാഗം ഉയർത്തുകയും ചെയ്തത്. നേരത്തെ കോർ കമ്മിറ്റി യോഗം ചേരാതെ, അതായത് ഉന്നത സമിതി യോഗം ചേരാൻ അനുവദിക്കില്ല, ഭാരവാഹി യോഗം ചേരാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ PK കൃഷ്ണദാസും MT രമേശും ഒക്കെ നിലപാട് എടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചേർന്ന ഓൺലൈൻ ഭാരവാഹി യോഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കടുത്ത നിലപാടിലേക്ക് ഈ കൃഷ്ണദാസ് വിഭാഗം പോകുന്നത്. കെ സുരേന്ദ്രന് ഇക്കാര്യത്തിൽ പല സംശയങ്ങളുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത്, ഈ മുരളീധരൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ കൃഷ്ണദാസ് വിഭാഗവുമായി ചേർന്നുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും BJP സംസ്ഥാന നേതൃത്വത്തിലെ കാര്യങ്ങൾ ആകെപ്പാടെ കുഴഞ്ഞു മറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ പാലക്കാട് വലിയ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട ശേഷവും ഒക്കെ ഉയരുന്നത് അത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ ഒക്കെയാണ്. അതും കൊണ്ട് തന്നെ ഭാരവാഹി യോഗം, നേതൃയോഗം മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനുശേഷമാണ് കോർ കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം വീണ്ടും നേതൃയോഗം ചേരാൻ സാധിച്ചിരുന്നത്. അതിനുശേഷവും ഇപ്പോഴും ദിവസങ്ങൾക്ക് ഇപ്പുറവും ഈ വലിയ തരത്തിലുള്ള തിരിച്ചടിയും പ്രതിഷേധവും BJP സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവരെ ചൊടിപ്പിക്കുന്നത്. കൃഷ്ണദാസ് വിഭാഗത്തെയും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ, MT രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും ചൊടിപ്പിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിലുള്ള കടുത്ത പ്രതിഷേധമാണ് ഇന്നലെ നടന്ന യോഗത്തിൽ ഇവർ രേഖപ്പെടുത്തുകയും ചെയ്തത്.
അതുപോലെ തന്നെ സുരേന്ദ്രന് കടുത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ തവണ. നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ കോർ കമ്മിറ്റി ചേരാതെ യോഗത്തിലേക്ക് കടക്കാനാകില്ല എന്ന നിലപാട്. ഒടുവിൽ കോർ കമ്മിറ്റി ചേരേണ്ടി വന്നു. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വളരെ അസ്വസ്ഥനായാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. മാധ്യമങ്ങളോട് പോലും അസഹിഷ്ണുതയോടുകൂടിയുള്ള പ്രതികരണം. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷകൾ പോലും അസ്വസ്ഥമായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതിസന്ധി ഒരുപക്ഷെ കെ സുരേന്ദ്രൻ ഉള്ളിൽ നേരിടുന്ന വിമർശനങ്ങളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന തരത്തിലേക്ക് അതിലെ എതിർ ഗ്രൂപ്പുകൾ ആഞ്ഞടിക്കുന്നതിൻ്റെ ഒക്കെ പ്രതിഫലനമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ അതിനെയൊക്കെ കണ്ടത്. അത് കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോക്കിലേക്ക് പോയത് ഏതൊക്കെ നേതാക്കന്മാരാണ്? അജിംഷാദ്, പി കെ കൃഷ്ണദാസ്, അതുപോലെ തന്നെ എം ടി രമേശ്, എൻ രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ ജി കാശിനാഥൻ എന്നീ നേതാക്കളാണ്, മുതിർന്ന നേതാക്കളാണ്. ഇവർ ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയത്. ഇത് വലിയ പ്രതിഷേധമാണ്. കാരണം ഇത്തരത്തിൽ ഒരു ഭാരവാഹി യോഗത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന നേതാക്കൾ, സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇറങ്ങിപ്പോകുക എന്ന് പറയുന്നത് ഈ BJP-ക്കകത്തെ പൊട്ടിത്തെറി എത്രമാത്രം രൂക്ഷമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. എന്തായാലും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കാരണം കൂടി ഇക്കാര്യത്തിലുണ്ട്. കേന്ദ്ര നേതൃത്വം ഒരുപക്ഷെ സുരേന്ദ്രന് അനുകൂലമായ നിലപാട് എടുക്കുന്നു. അതാണ് ഒരു രണ്ടാം ടേമായി ഇതിനെ കണക്കാക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള നിർദ്ദേശം വരുന്നതിലൂടെ വ്യക്തമാകുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഒരു തവണ കൂടി കെ സുരേന്ദ്രൻ പ്രസിഡന്റായി തുടരട്ടെ എന്ന നിലപാടിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയിട്ടുണ്ടോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ അവരെ അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇതിന് പിന്നിൽ വി മുരളീധരൻ ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിൽ പൂർണ്ണമായും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം നോർത്ത് ഈസ്റ്റിൻ്റെ ചുമതല ഉൾപ്പെടെ BJP കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്നാൽ വി മുരളീധരൻ ഇവർക്കിടയിലെ ഈ സ്പ്ലിറ്റ് മുതലെടുത്ത് വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നോ എന്ന ഒരു സംശയമൊക്കെ ഉടലെടുത്തിട്ടുണ്ട് പല നേതാക്കൾക്കും. എന്തായാലും നിലവിൽ കെ സുരേന്ദ്രനെതിരായി ഈ രണ്ട് ഗ്രൂപ്പുകൾ, കൃഷ്ണദാസ് വിഭാഗവും ഒപ്പം തന്നെ വി മുരളീധരൻ വിഭാഗവും കൂടി ചേരുന്നോ എന്ന കാര്യത്തിലുള്ള സംശയവും BJP-ക്ക് അകത്തുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് നിലവിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന നേതൃത്വത്തിൽ നിലവിൽ ഉടലെടുത്തത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അജിംഷാദ്, തീർച്ചയായും സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കുകയാണ് BJP-ക്കുള്ളിലെ പ്രമുഖ നേതാക്കൾ. ഇന്നിപ്പോൾ ഭാരവാഹി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാക്കൾ ഇറങ്ങിപ്പോകുന്ന നിലപാടിലേക്ക് എത്തുന്നു. രൂക്ഷമായ തമ്മിലടി മാത്രമല്ല, തമ്മിലടി എന്നതിനേക്കാൾ ഉപരി കെ സുരേന്ദ്രനെതിരെ വലിയ പടനീക്കം പാളയത്തിൽ BJP-യിൽ രൂപം കൊള്ളുന്നു. അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സൂചന കൂടിയാണ് വിജിൻ നൽകി വാർത്തയിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. ശബരിമലയിൽ പരാതിരഹിതമായ മണ്ഡല തീർത്ഥാടന കാലമാണ് കടന്നുപോയത്. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഇടപെടലും വിവിധ വകുപ്പുകളുടെ ഏകോപനവുമാണ് വിജയകരമായ തീർത്ഥാടന കാലത്തിന് പിന്നിൽ. കഴിഞ്ഞ വർഷത്തേക്കാൾ 5 ലക്ഷത്തിലധികം തീർത്ഥാടകർ അധികമായി എത്തിയിട്ടും എല്ലാവർക്കും സുഗമ ദർശനം സാധ്യമാക്കാനായി. ആദ്യം റിപ്പോർട്ടൊന്ന് കാണാം. ഒരാൾ പോലും മടങ്ങിയില്ല. അയ്യപ്പ ദർശനത്തിനായി ക്യൂവിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നില്ല. 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിയ ദിവസവും എല്ലാവരും സുഗമ ദർശനം നടത്തി മടങ്ങി. സന്നിധാനത്തെത്തിയ പ്രതിപക്ഷ നേതാക്കൾ സർക്കാരിനെ പ്രശംസിച്ചു. മുൻപില്ലാത്ത വിധം ഒരു പരാതി പോലും ഉയരാത്ത മണ്ഡലകാല തീർത്ഥാടനമാണ് കടന്നുപോയത്. കാലേക്കൂട്ടി നടത്തിയ തയ്യാറെടുപ്പുകളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെയും ഫലമാണ് പരാതിരഹിതമായ മണ്ഡല തീർത്ഥാടന കാലമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. കാലേക്കൂട്ടി പ്ലാൻ ചെയ്തു. ഞാൻ ചെയ്തതെല്ലാം വിജയം കണ്ടു. ഏതാണ്ട് ജൂലൈ മാസം ഞങ്ങൾ ആരംഭിച്ചതാണ് എൻ്റെ കൂടിയാലോചനകളെല്ലാം. അത് തിരുവനന്തപുരത്ത്, ഇടത്താവളങ്ങളിൽ, പത്തനംതിട്ട, സന്നിധാനം, പമ്പ, എല്ലാ സ്ഥലങ്ങളിലും കാലേക്കൂട്ടി മീറ്റിങ്ങുകൾ കൂടി സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഒപ്പം ഇവിടുത്തെ തന്ത്രി, മേൽശാന്തി, ചില സന്നദ്ധ സംഘടനകൾ, ഇവരെല്ലാം നല്ല കൂട്ടായ ശ്രമങ്ങളിലേക്കാണ്. അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ടാണ് പരാതിരഹിതമായ ഒരു തീർത്ഥാടനം മണ്ഡലകാലം അവസാനിക്കുന്നത്. മണ്ഡലപൂജയുടെ ദിവസങ്ങളിൽ മന്ത്രി VN വാസവൻ തന്നെ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. സർക്കാരിൻ്റെ ഇടപെടലുകളിൽ പൂർണ്ണ തൃപ്തി അറിയിച്ച തന്ത്രി കണ്ഠരര് രാജീവര് മന്ത്രിയെ പൊന്നാടയണിയിച്ചു. വിജയകരമായ മണ്ഡലകാല തീർത്ഥാടനത്തിന് ശേഷം മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളും നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കൈരളി ന്യൂസ്, സന്നിധാനം. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു ചേരുകയാണ്. സുജു, സമീപകാലത്തെങ്ങുമില്ലാത്ത തിരക്കുള്ള തീർത്ഥാടനമായിരുന്നു. സ്വാഭാവികമായും ഈ സ്പോട്ട് ബുക്കിങ്ങും വിർച്വൽ ക്യൂവും ഒക്കെയായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ അതിനെയൊക്കെ അസ്ഥാനത്താക്കി വളരെ സമീകൃതമായ, വളരെ ശക്തമായ, വളരെ സുതാര്യമായ
ഏറ്റവും സുഗമമായ തീർത്ഥാടനം സാധ്യമാക്കിയ ക്രമീകരണം എന്ന് പ്രതിപക്ഷ പാർട്ടികൾ, അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല BJP നേതാവ് വി മുരളീധരന് പോലും അവിടെ അയ്യപ്പനായെത്തുന്ന ഘട്ടത്തിൽ അംഗീകരിക്കേണ്ടി വന്നു സർക്കാരിൻ്റെ ക്രമീകരണങ്ങളെ സംബന്ധിച്ച്. വലിയ വിജയമാണ്. ഏതൊക്കെ തരത്തിലാണ് സർക്കാർ ഇത് സാധ്യമാക്കിയെടുത്തത്? ദേവസ്വം തീർച്ചയായിട്ടും ജംഷാദ്, വി മുരളീധരനും കെ മുരളീധരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ നേതാക്കളെല്ലാം എത്തിയപ്പോൾ സർക്കാരിൻ്റെ ഈ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആർക്കും തന്നെ ഒരു പരാതി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച, അതായത് പലപ്പോഴും പലരും പറയാറുണ്ട് ഇത്തവണ ശബരിമല തിരക്കില്ലായിരുന്നു, അല്ലെങ്കിൽ വലിയ ആളുകളിൽ ഇതൊരു, അതായത് ആളുകൾക്ക് വളരെ സുഗമമായി അയ്യപ്പ ദർശനം നടത്താൻ സാധിച്ചതുകൊണ്ട് ആളുകൾക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് ആളുകൾ കുറവായിരുന്നത്. എന്നാൽ കണക്കുകൾ കൃത്യമായി സൂചിപ്പിക്കുന്നു മുൻ വർഷത്തേക്കാൾ തന്നെ വലിയ തോതിൽ കഴിഞ്ഞ 41 ദിവസം ശബരിമലയിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തിയത്. അതായത് 41 ദിവസമാണ് മണ്ഡലകാലത്ത് നട തുറക്കുന്നത്. അതിൽ 39 ദിവസത്തെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഏതാണ്ട് 5 ലക്ഷത്തോളം തീർത്ഥാടകരാണ് മുൻ വർഷത്തെക്കാളും ശബരിമലയിൽ ഇത്തവണ എത്തിയിരിക്കുന്നത്. അതായത് തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വലിയ വർധനവുണ്ടാകുന്നു. എന്നാൽ ഈ വർധനവ് തീർത്ഥാടനത്തെത്തുന്ന ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ അനുഭവപ്പെടുന്നില്ല. അവർക്ക് സുഗമമായി തന്നെ അയ്യപ്പ ദർശനം നടത്താൻ സാധിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയം 1 ലക്ഷം പേർ തീർത്ഥാടകർ തന്നെ മല ചവിട്ടിയ ദിവസങ്ങളുണ്ടായിരുന്നു. അതായത് മുൻ വർഷങ്ങളിൽ പലപ്പോഴും തിക്കും തിരക്കും ഒക്കെ അനുഭവപ്പെടുന്നത് തീർത്ഥാടകരുടെ എണ്ണം 90,000 കൂടുതൽ എത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ചില കോണുകളിൽ നിന്നെങ്കിലും തീർത്ഥാടകരുടെ എണ്ണം വലിയ തോതിൽ പ്രതിദിനമില്ലല്ലോ എന്ന് ഉയർത്തിയിരുന്നു. എന്നാൽ അതിനെയൊക്കെ അപ്രസക്തമാക്കുന്ന രീതിയിൽ 90,000-ന് മുകളിലും 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ വരുമ്പോഴും സുജുട്ടി ബാബു പറഞ്ഞതുപോലെ ഇന്ന് കൈരളി ന്യൂസിനോട് ശ്രീ VN വാസവൻ അത് വിശദീകരിച്ചത്, ഈ റിപ്പോർട്ടിന് പുറമെ ഇന്ന് നമ്മളോട് വിശദീകരിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ശബരിമലയിൽ പരാതിരഹിതമായി ഇത്തരത്തിൽ മണ്ഡലകാലം തീർത്ഥാടനം പൂർത്തിയാക്കാനായത് വലിയ വിജയമാണ്. ഒപ്പം ശബരിമലയിലെത്തിയ എല്ലാ തീർത്ഥാടകർക്കും ദർശനം സാധ്യമാക്കി, ഒരാൾ പോലും മടങ്ങിപ്പോയില്ല. സർക്കാർ വിവിധ വകുപ്പുകളുടെ ഏകോപനവും ഒപ്പം ദേവസ്വവുമായിട്ടുള്ള സഹകരണവും ഒക്കെയാണ് ഇതിന് സാധ്യമാക്കിയത് എന്ന് മന്ത്രി പറയുന്ന വാക്കുകൾ കൂടി ഒന്ന് കേട്ടതിന് ശേഷം ഞാൻ സുജുവിലേക്ക് തിരികെ എത്താം. വിജയങ്ങൾ ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ 41 ദിവസം പരാതിരഹിതമായി വന്ന മുഴുവൻ തീർത്ഥാടകർക്കും ദർശനം ഉറപ്പാക്കി സമൃദ്ധിയോടുകൂടി മടങ്ങാനുള്ള സാഹചര്യം സംജാതമാക്കി എന്നുള്ളതാണ് ഈ തീർത്ഥാടന കാലഘട്ടത്തിൻ്റെ വിജയം. മുൻ വർഷത്തേക്കാൾ 5 ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ് ഈ പ്രാവശ്യം 41 ദിവസം കൊണ്ട് ദർശനം നടത്തി പോയിട്ടുള്ളത്. ഒരാൾക്ക് പോലും ദർശനം ലഭിക്കാതെ വന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും വലിയ സവിശേഷത. മുമ്പ് ശബരിമല 18-ാം പടിയിൽ കയറി 1 മിനിറ്റിൽ 65 പേരായിരുന്നു ദർശനം നടത്തിയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 1 മിനിറ്റിൽ 85 മുതൽ 90 പേർ വരെ ദർശനം നടത്തുന്ന സാഹചര്യം ഒരുക്കിയെടുത്തു എന്നുള്ളതാണ് ഈ വർഷത്തെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. കാരണം എല്ലാ നിലയിലും ശബരിമലയിലെ തീർത്ഥാടനം അതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു ഏകോപനം ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് കാര്യക്ഷമമായി നിന്ന് എല്ലാ കാര്യത്തിലും പരസ്പര ആശയവിനിമയം നടത്തി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു കുറ്റമറ്റ മണ്ഡല തീർത്ഥാടന കാലഘട്ടം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞത് മാത്രമല്ല, തീർത്ഥാടകരെല്ലാം തന്നെ അഭിപ്രായപ്പെട്ടു. തീർച്ചയായും സുജുട്ടി ബാബുവിലേക്ക് തിരികെ എത്താൻ. സുജുട്ടി ബാബു, വിവിധ വകുപ്പുകളുടെ ഏകോപനം, ദേവസ്വം ബോർഡും കൃത്യമായി അതിൽ സഹകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മന്ത്രി വിശദീകരിച്ചത് ഈ ഏകോപനം സാധ്യമാക്കുന്നു അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ തലം എന്നുള്ളത് അതിൻ്റെ പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്? കാരണം 18-ാം പടി മുതൽ തുടങ്ങാം. 18-ാം പടിയിൽ 1 മിനിറ്റിൽ 65 പേർ കയറിയിരുന്നിടത്ത് 85 പേർ കയറുമ്പോൾ തിരക്കുണ്ടാകരുത്. അപ്പോൾ അതിനുള്ള ക്രമീകരണം നടത്തിയതടക്കം അവിടെ മുതൽ നമുക്ക് തുടങ്ങിയാൽ സുജുട്ടി ബാബു. അജിംഷാദ്, ശരിക്കും 18-ാം പടിയല്ല, നമുക്ക് ഇടത്താവളങ്ങൾ മുതൽ തുടങ്ങിയാൽ ഇപ്പോൾ ഏറ്റുമാനൂരായിക്കോട്ടെ, എരുമേലി, പത്തനംതിട്ടയിലെ ഇടത്താവളങ്ങൾ, പന്തളം ഇടത്താവളങ്ങൾ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, ചെങ്ങന്നൂർ, കോട്ടയം എന്നിവിടങ്ങളിൽ എത്തുമ്പോൾ മുതൽ തീർത്ഥാടകർക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഭൂതിയുണ്ട്. അതായത് ഈ തവണ തങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഫീലിംഗ് ഇവർക്ക് ഇടത്താവളങ്ങൾ മുതൽ, അല്ലെങ്കിൽ തീർത്ഥാടനം എവിടുന്നാണോ ആരംഭിക്കുന്നത് അവിടെ മുതൽ ലഭിക്കുന്നു. ഈ നിലയ്ക്കലേക്ക് എത്തുമ്പോൾ വിശാലമായ പാർക്കിംഗ് ഏരിയ, പാർക്കിങ്ങിൽ ഈ തവണ വിപുലപ്പെടുത്തിയിരുന്നു. വാഹനങ്ങൾ
കൂടുതൽ പാർക്കിംഗ് സൗകര്യം. അവിടെ എത്തുമ്പോൾ 2000 പേർക്ക് വിരിവെക്കാൻ പറ്റുന്ന ജർമ്മൻ പന്തലുണ്ട് നിലയ്ക്കൽ. അവിടുന്ന് പമ്പയിലേക്ക് എത്തുമ്പോൾ അത് ദീർഘദൂര ബസ്സുകളെ പമ്പയിലേക്ക് കടത്തിവിടാൻ അനുമതി നൽകിയിരുന്നു. ചെറുവാഹനങ്ങൾക്ക് പമ്പയിൽ പാർക്ക് ചെയ്യാനും ഇത്തവണ അനുമതിയുണ്ട്. അങ്ങനെ പമ്പയിലേക്ക് എത്തുമ്പോഴും അവിടെ 3000 പേർക്ക് വിരിവെക്കാനുള്ള ജർമ്മൻ പന്തലുണ്ട്. മുമ്പ് ഉണ്ടായിരുന്ന കെട്ടിടം 2018 പ്രളയത്തിൽ പോയതാണ്. അതിനുശേഷം ഇത്തവണയാണ് 3000 പേർക്ക് വിരിവെക്കാൻ സൗകര്യമുള്ള ജർമ്മൻ പന്തൽ. അവിടെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ തീർത്ഥാടനത്തിന് മുമ്പ് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ തീർത്ഥാടകരെ തിരികെ വിടുമെന്ന ചില കോണുകളിൽ നിന്ന് ചില ആക്ഷേപങ്ങൾ ഉയർന്നു. എന്നാൽ നിലയ്ക്കിൽ നിന്ന് പമ്പയിലെത്തുമ്പോൾ സ്പോട്ട് ബുക്കിങ്ങിന് സൗകര്യമുണ്ട്. അവിടെ ഇത്തവണ ചില ദിവസങ്ങളിൽ 30,000-ലധികം തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് നടത്തി അയ്യപ്പ ദർശനം നടത്താൻ അവസരമുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെയൊക്കെ നിയന്ത്രണം 10,000 പേരാണ് സ്പോട്ട് ബുക്കിംഗ് നടത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ സർക്കാർ ഇരുമുടിക്കെട്ടുമായി അല്ലെങ്കിൽ അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി എത്തിയ ആരെയും സുജൂട്ടി ബാബുവാണ് അതിനെ സമഗ്രമായി വിശദീകരിച്ചത്. മറ്റൊരു വിഷയത്തിലേക്ക് കൂടി ഈവനിംഗ് ഡിബേറ്റിന് പോകേണ്ടതുണ്ട്. മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകാനൊരുങ്ങുകയാണ് രാജ്യം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ മൻമോഹൻ സിംഗിൻ്റെ വസതിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. നാളെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം നടക്കുക. ദില്ലിയിൽ നിന്നും വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ്. സ്വാതി, വലിയ സാത്വികനായ മനുഷ്യനായിരുന്നു. ശരിയാണ്, ഉദാരീകരണത്തിൻ്റെയും അല്ലെങ്കിൽ അത്തരം സാമ്പത്തിക ക്രമങ്ങളുടെയും ഒക്കെ ദോഷഫലങ്ങൾ രാജ്യത്തിനുണ്ടായെങ്കിൽ പോലും നിർണായകമായൊരു ഘട്ടത്ത്, റെസഷൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ നിർണായകമായൊരു ഘട്ടത്തിൽ അത്തരത്തിലൊരു പൊടിക്കൈയിലൂടെയെങ്കിലും ഇന്ത്യൻ ബാങ്കുകളെയും സമ്പദ് വ്യവസ്ഥയും ഒന്ന് താങ്ങി നിർത്താനായി എന്നതിൽ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. പിന്നീട് പ്രധാനമന്ത്രിയായും ഒക്കെ ആ ഒന്നാം UPA കാലത്തൊക്കെ ഈ LDFൻ്റെ ഒക്കെ പിന്തുണയുള്ള ഘട്ടത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ മാർക്സിസ്റ്റ് പാർട്ടികളുടെ പിന്തുണയുള്ള ഘട്ടത്തിലുള്ള ഒന്നാം UPA കാലത്ത് തൊഴിലുറപ്പടക്കം വലിയ ഈ ഉദാരീകരണ ആശയങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ കൂടി മൻമോഹൻ സിംഗ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ മൻമോഹൻ സിംഗിൻ്റെ നാട് ഓർക്കുകയാണ് വിടവാങ്ങുന്ന ഘട്ടത്തിൽ. തീർച്ചയായും അജിൻഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മുൻ പ്രധാനമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന് തന്നെയാണ് എല്ലാ നേതാക്കളും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക ശേഷി വളരെ കുറഞ്ഞൊരു കാലഘട്ടത്തിൽ അദ്ദേഹം ധനമന്ത്രിയായി അടക്കം വരുന്നു. അതിനുശേഷം ഒരു ഇന്ത്യ എന്ന രാജ്യത്തെ ഏതു തരത്തിൽ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന തരത്തിൽ ഒരു ദീർഘവീക്ഷണത്തോടെ പല നയങ്ങളും പല പദ്ധതികളും അദ്ദേഹം കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്തു. എങ്കിലും പല വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് വിട നൽകുമ്പോൾ അത്തരത്തിലൊക്കെയാണ് വിവിധ നേതാക്കൾ ഓർത്തെടുക്കുന്നത്. ഇന്ന് രാവിലെ മൻമോഹൻ സിംഗിന് നാട് വിട ചൊല്ലുമ്പോൾ ഒരുപക്ഷെ നാളത്തെ നടപടികളെ സംബന്ധിച്ച് ആദ്യം ഈ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് സംസ്കാരം എന്നായിരുന്നു കേട്ടിരുന്നത്. മാറ്റിയോ? എപ്പോഴാണ് സംസ്കാരത്തെ സംബന്ധിച്ചും അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയാനാകുന്നത്? ഇന്നത്തെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉള്ളത്. അവിടേക്കാണ് രാവിലെ മുതൽ വിവിധ നേതാക്കൾ എത്തിയിരുന്നത്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അറിയിച്ചുകൊണ്ട് നിരവധി നേതാക്കൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ് അങ്ങനെ തുടങ്ങി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങി നിരവധി BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തുകയായിരുന്നു. അതിനുശേഷം എന്തായാലും ഇന്ന് ഈ വസതിയിൽ തന്നെ ഭൗതിക ശരീരം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ ആയിരിക്കും AICC ആസ്ഥാനത്തേക്ക് രാവിലെ 8 മണി മുതൽ ഏകദേശം 9:30 മണി വരെ അവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരു 11 മണിയോടുകൂടി രാജ്ഘട്ടിലേക്കായിരിക്കും കൊണ്ടുപോകുക. രാജ്ഘട്ടിൽ ഈ പ്രധാനമന്ത്രിമാരുടെ ഏറ്റവും സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിനുള്ള സംസ്കാര ചടങ്ങും നടക്കാനാണ് സാധ്യത. 11 മണിക്ക് ശേഷമായിരിക്കും എന്നുള്ളതാണ് രാവിലെ ലഭിച്ച വിവരമനുസരിച്ചാണ് വൈകുന്നേരമാകും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. എന്നാൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ 11 മണിക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എന്ന വിവരം കൂടിയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള നേതാക്കൾ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും വസതിയിലേക്ക് എത്തുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും എത്തിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് K. സുധാകരൻ, VD സതീശൻ, കൊടിക്കുന്നിൽ സുരേഷ്, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി നിരവധിയായിട്ടുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാവിലെ തന്നെ എത്തിയിരുന്നു. CPIM
ദേശീയ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള പ്രകാശ് കാരാട്ട് എത്തിയിരുന്നു. പ്രകാശ് കാരാട്ട് നമ്മളോടൊപ്പം പ്രതികരിക്കുകയടക്കം ചെയ്തു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള നേതാക്കൾ അദ്ദേഹത്തിനെ അവസാനമായി കാണാൻ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ തീർച്ചയായും രാജ്യം വേദനയോടെ യാത്രയാക്കുകയാണ് മൻമോഹൻ സിംഗിനെ വിട ചൊല്ലുകയാണ് രാജ്യം. അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് രാഷ്ട്രീയ സാംസ്കാരിക ലോകമൊന്നാകെ. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സ്വാതി നൽകിയത്. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകും.